ഇതൊരു പൊടി എന്തോ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടോ, ഫുള്ള് പുളിപ്പുണ്ട്. ഓക്കെ, ജസ്റ്റ് ഓക്കെയാണ്. അവിടെ വാഗ്യു ബീഫിൻ്റെ ആ ഒരു പാറ്റീസ് കേട്ടോ. പിന്നെ കിട്ടുന്നത് നമ്മുടെ മഷ്റൂംസും പിക്കിൾ ക്യുക്കുംബേഴ്സും. ഹലോ ഗൈസ്, പറ ഹലോ ഗൈസ്, വെൽക്കം ടു അജിൻസ്റ്റാ വ്ലോഗ്സ്. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് ഒരു പുതിയൊരു ഫുഡിൻ്റെ സ്ഥലം തപ്പിപ്പിടിച്ചിറങ്ങിയേക്കാണ്. സോ സ്ട്രെയിറ്റ് ടു ദ വീഡിയോ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ടിഫി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. ടിഫി അതായത് കരാമയിലുള്ള ടിഫി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. നമ്മൾ സത്യം പറഞ്ഞ ഒരു അവിചാരിതമായിട്ട് കയറിപ്പോയ ഒരു റെസ്റ്റോറൻറ്റാണ് ഈ ഒരു ടിഫി. അന്ന് നമുക്ക് ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ പിന്നെയും തിരിച്ചു വന്ന ഒരു ഫുഡ് റിവ്യൂവിന് വേണ്ടി നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് തിരിച്ചു വന്നത്. ഓക്കെ, സോ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓപ്പൺ ഏരിയാസിലും ഡൈനിങ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഉള്ളത് ഫാമിലി ഹോളിലാണ്. അത്യാവശ്യം സ്പേസ് ഉണ്ട്, അത്യാവശ്യം ആൾക്കാർ വന്നാൽ തന്നെ സ്പേസ് ഉണ്ട്. നമ്മൾ ആക്ച്വലി വന്നിരിക്കുന്നത് രാത്രി ഒരു ഓൾമോസ്റ്റ് ഒരു 12 o'clock ആയി. അത് മിഡ് നൈറ്റിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ തിരക്കിലെല്ലാം അടിപൊളി നല്ല ഫ്ലേവറായിട്ടുള്ള ഫുഡുകൾ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവരുടെ ഫുഡിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് നഗറ്റ്സ് ആണ്, അതായത് കുഞ്ഞിൻ്റെ നഗറ്റ്സ്. കണ്ടില്ലേ, അടിപൊളിയാണ്. മറ്റേ സാധാരണ നമ്മുടെ സ്ഥലത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും അത്യാവശ്യം അടിപൊളി നഗറ്റ്സാണ്. കുഞ്ഞിനോട് തന്നെ ചോദിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് ഫുഡ് നഗറ്റ്സ്. അതിനുശേഷം നമുക്ക് എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തത് പെരി പെരി ചിക്കനാണ് കേട്ടോ. അത് ഗ്രിൽ ചിക്കൻ, അതായത് ചാർക്കോൾ ഗ്രില്ല് ചെയ്ത ചിക്കൻ വിത്ത് പെരി പെരി സോസ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഫ്രൈസും, എനിക്കൊന്ന് ഇത് പെരി പെരി സോസ് ആയിരിക്കും. അപ്പോൾ അത് വന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഐറ്റം നമ്മൾ 2 ബ്രോസ്റ്റഡ് ചിക്കൻ ഓർഡർ ചെയ്തു. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന് കഴിച്ച സമയത്ത് കുറേ പേര് ബ്രോസ്റ്റഡ് ചിക്കൻ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ബ്രോസ്റ്റഡ് ചിക്കൻ ഓർഡർ ചെയ്തത് കേട്ടോ. നമ്മളിവിടെ മെയിനായിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നതിൻ്റെ സാധനം ഇതാണ്, ഈ ഒരു സാധനം. ഇത് വാഗ്യു ബീഫിൻ്റെ ബർഗറാണ്. വാഗ്യു ബീഫ് കണ്ടോ. സോ ദിസ് ഈസ് എ ബർഗർ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന ഒരു പ്രാവശ്യം കഴിച്ചിരുന്നു. നല്ല കിടിലൻ ജ്യൂസി, എൻ്റെ എപ്പോഴും പറയുന്ന പോലെ ജ്യൂസി ബർഗറായിരുന്നു ഇത് കേട്ടോ. കിടിലൻ ബർഗറാണ് വാഗ്യു ബീഫിൻ്റെ ബർഗർ. സോ ഈ ഒരു 4 ഐറ്റംസാണ് നമ്മളിന്ന് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കനാണ്. ഈ ഫ്രൈഡ് ചിക്കൻ നമ്മളിന്ന് ഓർഡർ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈസി ഫ്രൈഡ് ചിക്കൻ. അതുകൊണ്ട് അവരെന്തോ ഒരു പൊടി എന്തോ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടോ, കണ്ടോ, ഇതെന്തോ ഒരു പൊടി ഇട്ടിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, ഇത് ചെയ്യാൻ പറ്റുന്നില്ല. KFC പോലെയല്ല, പക്ഷെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറുണ്ട്. അതിന് പ്രോബ്ലി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഒരു പൊടിയുണ്ടല്ലോ, ആ ഒരു മിക്സ് ചെയ്തേക്കുന്ന പൊടി, ആ ഹെർബ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു പൊടിയുണ്ട്, അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കുറേ ആൾക്കാർ ഇത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇത് ട്രൈ ചെയ്തില്ല. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഇത് പ്രത്യേകിച്ചും ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചാൽ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ചിക്കനാണ്, ചാർക്കോൾ ഗ്രില്ല് ചെയ്തിട്ടുള്ള പെരി പെരി ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു ചെറിയൊരു പോർഷൻ എടുത്തിട്ട് കഴിച്ചു. ആ പെരി പെരിയുടെ ഒരു എക്സസീവ് ഫ്ലേവർ വരുന്നുണ്ട്. ആ ഒരു കുത്തലുണ്ട് ആ പെരി പെരി സോസിൻ്റെ ഭയങ്കരമായിട്ട്. കുറച്ച് കൂടുതൽ പുളിപ്പുണ്ട്. ആ ഒരു പെരി പെരി ഫ്ലേവറിൻ്റെ ഒരു എക്സസീവ്നെസ് കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. പിന്നെയുള്ള മെയിൻ ഐറ്റം ഇവിടുത്തെ വാഗ്യു ബീഫിൻ്റെ ബർഗർ. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് ഹാഫ് കട്ട് ചെയ്യിപ്പിച്ചായിരുന്നു. പക്ഷെ ഇതിൻ്റെ അകത്ത് നമുക്ക് 2 ബർഗർ ബൺ വരുന്നുണ്ട്. ബണ്ണിൻ്റെ അകത്ത് ഇതാണ് അവിടെ വാഗ്യു ബീഫിൻ്റെ ആ ഒരു പാറ്റീസ് കേട്ടോ, ബീഫ് പാറ്റീസ്. എഗ്ഗാണ് ഓംലെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് മഷ്റൂംസ് ഉണ്ട്. ഇത് ക്യുക്കുംബേഴ്സാണ്. ഇത് പിക്കിൾ ക്യുക്കുംബറാണ്, പിക്കിൾ ക്യുക്കുംബർ. എനിവേ നമുക്കിതൊരു നല്ലൊരു ബൈറ്റ് എടുത്ത് നോക്കാം. അതിൻ്റെ അകത്ത് ഒരു ഫ്ലേവർ ശരിക്കും കിട്ടും നമുക്ക്.
ആ പാറ്റീസിൻ്റെ ശരിക്കും ഫ്ലേവർ ശരിക്കും വരുന്നുണ്ട്. പിന്നെ കിട്ടുന്നത് നമ്മുടെ മഷ്റൂംസും പിക്കിൾ ക്യുക്കുംബേഴ്സും. മുട്ടയുടെ ടേസ്റ്റ് അറിയാനേ ഇല്ല, അടിപൊളിയാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു മസ്റ്റ് ആയിട്ടാണ് ഇവിടുത്തെ. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബർഗർ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വരാം. ബിക്കോസ് നമ്മൾ സാധാരണ മെക്ഡിയിലൊന്നും കിട്ടുന്ന പോലത്തെ ബർഗറല്ല, കുറച്ചും കൂടെ അടിപൊളി സൂപ്പർ നല്ലൊരു ബർഗറാണ്. അപ്പം അങ്ങനത്തെ ബർഗേഴ്സ് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സ്ഥലം ട്രൈ ചെയ്യണം. പണ്ട് മാക്ഡൊണാൾഡ്സിലൊരു ബർഗർ ഉണ്ടായിരുന്നു, മഹാരാജ ബർഗർ എന്നായിരുന്നു ഒരു പേര്. പണ്ട് നാട്ടിൽ വെച്ചു, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു ചെറിയ ഫ്ലേവർ ഉണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് ചിക്കൻ ആയിരുന്നു, ഇതിൻ്റെ അകത്ത് മീറ്റാണ്. ഇത് പ്രോപ്പർ മീറ്റ് മിക്സ് ചെയ്തിട്ടുള്ള പാറ്റീസാണ്. സോ ഇപ്പോൾ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എനിക്കറിയാം ഫുഡ് വീഡിയോസ് വരുമ്പോൾ വളരെ ഷോർട്ട് വീഡിയോസാണ്, അധികം ടൈമില്ല. സോ അപ്പോൾ എല്ലാവരും വീഡിയോസ് മൊത്തത്തിൽ കാണണം, എല്ലാവരും ഈ റെസ്റ്റോറൻറ്റ്സൊക്കെ ട്രൈ ചെയ്യണം. ഈ റെസ്റ്റോറൻറ്റ്സ് അത്ര എക്സ്പെൻസീവ് റെസ്റ്റോറൻ്റ് ഒന്നുമല്ല, പക്ഷേ അത്യാവശ്യം എല്ലാവർക്കും കോമൺ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ല റെസ്റ്റോറൻ്റാണ് ഈ റെസ്റ്റോറൻറ്റ്. നല്ല ഫുഡുമാണ്, നല്ല ടേസ്റ്റാണ് ഫുഡിനെല്ലാം. സോ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ളോഗ് ആൻഡ് ബൈ ഫ്രം അജിൻ സ്റ്റാർ വ്ളോഗ്സ്. Ivu, say bye. Bye everybody.